ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർഫെറൻസ്. ഓക്കെ, ഇന്റർഫെറൻസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്താണ് ഇന്റർഫെറൻസ്? വാട്ട് ഇസ് ഇന്റർഫെറൻസ്? അതായത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി, എനർജിയുടെ ഒരു റീഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ബേസിക്കലി ഇന്റർഫെറൻസ് എന്ന് പറയാം. ഇന്റർഫെറൻസ് ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ആയിട്ടായിരിക്കും അതെന്നറിയോ? ഹ്യൂജൻസ് അല്ല. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഹൈജൻസ് പ്രിൻസിപ്പിളിന്റെ ബേസ് ആയിട്ട് വരുന്നതായിരുന്നു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു അല്ലെ. അപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർഫെറൻസ് എന്ന് പറയാം. ഇന്റർഫെറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്റർഫെറൻസ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും, വാട്ട് ഇസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആക്ച്വലി മീൻസ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? when two or more waves combines, the resultant displacement അല്ലെങ്കിൽ resultant displacement at any point, resultant displacement meeting at any point is the vector sum of displacement of individual waves. ഇതാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു തന്നായിരുന്നു കൺസിഡർ ടു വേവ്സ്, രണ്ട് വേവ്സ് കൺസിഡർ ചെയ്യുക. ദിസ് വേവിന്റെ ഫ്രീക്വൻസി A1 ആണ് ആൻഡ് കൺസിഡർഡ് അനദർ വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് A2. ഫ്രീക്വൻസി എന്താ, രണ്ടിന്റെ ഫ്രീക്വൻസി സെയിം ആണ്, mu1 ആൻഡ് mu ആയിട്ട് നമ്മൾ ഫ്രീക്വൻസി എടുത്തു. ഫ്രീക്വൻസി രണ്ടും സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോ ഈ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വാട്ട് വിൽ ഹാപ്പൻ, ദ റിസൾട്ടന്റ് ആയിട്ടുള്ള വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ് ഈസ് ദ വെക്ടർ സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ്. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് y1 ആണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് y2. സോ ഈ കിട്ടുന്നതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് y is equal to y1 plus y2. ഇതാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ, ഒരു വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമുക്കറിയാം, y is equal to a sin omega t. ഇതുപോലെ y1 is equal to a1 sin omega t and y2 is equal to a2 sin omega t plus phi. ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് phi എന്ന് പറയാം. ഇന്നലെ നമ്മൾ ഇത് ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പൈൻഡ് ഇക്വേഷൻ y is equal to a1 sin omega t plus a2 sin omega t plus phi. ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് നമ്മളൊരു ഇക്വേഷനിലേക്കൊക്കെ ലാസ്റ്റ് എത്തി. ആംപ്ലിറ്റ്യൂഡിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ആംപ്ലിറ്റ്യൂഡ് പിന്നെ എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു, ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ വരെ നമ്മൾ പറഞ്ഞു. ഇതേ സെയിം പ്രിൻസിപ്പിൾ, ഈ പ്രിൻസിപ്പിൾ നമ്മൾ പറയാൻ കാര്യം എന്താ, ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഇന്റർഫെറൻസ് വർക്ക് ചെയ്യുക. ഇന്റർഫെറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നു. അവിടെയും സെയിം കൺസെപ്റ്റ് തന്നെ പറയുന്നത്. സെയിം കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്യാന്ന് വിചാരിക്കാം. when two or more waves of സെയിം വേവ് ലെങ്തോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ആയാലും when two or more waves combines together, resultant displacement എന്ന് പറയുന്നത് എന്തായിരിക്കും, വെക്ടർ സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ വേവ്. അതാണ് ഇന്റർഫെറൻസ്. അപ്പൊ ഇന്റർഫെറൻസ് പറയുമ്പോൾ രണ്ട് വേവ്സ് ഉണ്ടാവും. രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്ത് നമുക്കൊരു പാറ്റേൺ ആണ് ഇവിടെ കിട്ടുക. പാറ്റേൺ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇന്റർഫെറൻസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയുക, ഒരു പാറ്റേൺ, നമുക്കൊരു ലൈറ്റിന്റെ ഒരു പാറ്റേൺ നമുക്കൊരു ബാൻഡ് ആയിട്ട് കിട്ടും. ഇന്റർഫെറൻസ് പാറ്റേൺ ഞാൻ വേണേൽ കാണിച്ചു തരാം എങ്ങനെയാ കിട്ടാൻ പോകുന്നത്. ഇതാണ് ഇന്റർഫെറൻസ് പാറ്റേൺ. ഇങ്ങനെ നമുക്കൊരു പാറ്റേൺ ആയിരിക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ബാക്കി നിങ്ങൾ നോക്കാം. നോക്കിക്കേ, ഇന്റർഫെറൻസ് പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. പല ടൈപ്പ് പാറ്റേൺ ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അതുപോലെ വേറൊരു ഫിഗർ, ഇത്ര നോക്കിയാൽ മതി. ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് എഴുതിക്കോ, എന്താണ് ഇന്റർഫെറൻസ് എന്ന് എഴുതിക്കോ. ഇന്റർഫെറൻസ് ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ്, ഇന്റർഫെറൻസ് ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ്, it is the phenomenon that occur, it is the phenomenon that occur when two or more waves, it is the phenomenon that occur. എപ്പോഴാ അപ്പൊ ഇന്റർഫെറൻസ് പാറ്റേൺ നടക്കുക? ഞാനിപ്പോ കാണിച്ച പാറ്റേൺ നമുക്ക് എപ്പോഴായിരിക്കും കിട്ടുക, എപ്പോഴായിരിക്കും അത് കിട്ടുക? രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ. അപ്പൊ എന്താ എഴുതിയ, ഇന്റർഫെറൻസ് ഈസ് ദ ഫിനോമിനൻ that occur when two or more waves, when two or more waves combine or overlap
when two or more waves combine or overlap when they move in, when they passing through the same medium, when they passing through the same medium, when they passing through the same medium. Okay, അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ. when two waves meeting at a point. അപ്പൊ two waves എന്ന് പറയുമ്പോൾ waves എന്തൊക്കെ waves ആകാം ഇവിടെ? എന്തൊക്കെ ടൈപ്പ് waves നമുക്കറിയാം? waves ചാപ്റ്റർ പറയാൻ തുടങ്ങി കുറച്ചായി. അപ്പൊ waves എന്തൊക്കെ ടൈപ്സ് അറിയാം നമുക്ക്? ലൈറ്റ് ഒരു വേവ് അല്ലേ? ലൈറ്റ്. പിന്നെ വേറെ എന്ത് വേവ് അറിയാം? സൗണ്ട് ഒരു വേവ് അല്ലേ? അപ്പൊ ലൈറ്റ് വേവ്, സൗണ്ട് വേവ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ വാട്ടറിൽ വേവ് ഉണ്ടാവും, പല ടൈപ്സ് വേവ്സ് ഉണ്ടാവും. ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ട്രാൻസ്വേഴ്സ് വേവ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിൾസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൗണ്ട് വേവ്, ലൈറ്റ് വേവ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്താ എഴുതിയേക്കണത്? when two waves, എന്താ എഴുതിയേക്കണേ? when two waves meeting at a point. when two waves meeting at a point എന്ന് പറയുമ്പോൾ the waves may be sound wave ആകാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ചിലപ്പോൾ ലൈറ്റ് വേവ് ആയിരിക്കും. എന്ത് വേവും ആയിക്കോട്ടെ, if two waves meeting at a point, what will happen? എന്തായിരിക്കും സംഭവിക്കുക? the resultant displacement അവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പാറ്റേൺ ആണ് ഒബ്സർവ് ചെയ്യേണ്ടത്? നമുക്ക് എന്ത് പാറ്റേൺ ഒബ്സർവ് ചെയ്യേണ്ടത്? രണ്ട് വേവ്സ് കമ്പൈൻ, ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടണം. ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ when two waves meeting at a point, അവരുടെ റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും? റിസൾട്ടന്റ് ആയിട്ട്, അതായത് രണ്ട് വേവ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്കൊരു പാറ്റേൺ കിട്ടാൻ പോകുന്നത്. ആ പാറ്റേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു റിസൾട്ടന്റ് വേവ് ഉണ്ടാവണ്ടേ? ആ റിസൾട്ടന്റ് വേവ് ആയിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ when two waves meeting at a point, the resultant displacement എന്തായിരിക്കും? resultant displacement at any point is the vector sum of displacement of individual wave. അതായത് ഇപ്പൊ ഒരു പുതിയ പാറ്റേൺ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ രണ്ട് വേവ്സ് ഉണ്ട്. ഫസ്റ്റ് വേവ് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു വേവ് ഉണ്ട്, ഇതിന് എന്തുണ്ട്? അതുപോലെ തന്നെ ഇതിനൊരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, ഓക്കെ, അതൊക്കെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു വേവ് ഉണ്ട്, അതിനും ഒരു ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി ഒക്കെ ഉണ്ട്. ഇനി ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടാൻ പോവുക? ഇന്റർഫറൻസ് കിട്ടാൻ പോവുക. അപ്പൊ ഇതിനൊരു വേവ് ലെങ്ത് ഉണ്ട്, അതുപോലെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ഇതിനും അതുപോലെ വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഉണ്ട്. ഇവര് രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാ? നമ്മളിപ്പോ 1+1 കൂടെ 1 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 2 കിട്ടും, വേറൊരു പ്രോഡക്റ്റ് ആണ് കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണത്തിന്റെ കൂടെ ഒരെണ്ണം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പ്രോഡക്റ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുക. പ്രോഡക്റ്റ് മീൻസ് ഇൻ ദ സെൻസ് ഓഫ് വേവ്സ്, വേറൊരു വേവ് ആണ് ഇവിടെ ഫോം ചെയ്യുക. ആ റിസൾട്ടന്റ് വേവ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുക? ഇന്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുക. അപ്പൊ എഴുതിക്കോ, when two or more waves, അല്ലെങ്കിൽ when two waves meeting at a point, when two waves meeting at a point, വേവിന്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ അറിയില്ലെങ്കിൽ എഴുതി വെച്ചോട്ടെ. ലൈറ്റ് വേവ് ആകാം, സൗണ്ട് വേവ് ആകാം. meeting at a point, the resultant displacement at any point, the resultant displacement at any point is the vector sum of displacement. The resultant displacement at any point is the vector sum of displacement. It's the vector sum of displacement of individual waves. Vector sum of displacement of individual waves. Okay. ഇനി അടുത്തത്, അപ്പൊ നമുക്ക് കിട്ടുന്ന ഇന്റർഫറൻസ് പാറ്റേൺ ഞാൻ പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ, ആയിരിക്കും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുക? ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ പാറ്റേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കും വേണ്ടി വരിക? അതായത് ഇപ്പൊ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. പാറ്റേൺ നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. സസ്റ്റെയിൻഡ് ആയിട്ടുള്ള, അതായത് ഞാനിപ്പോ സ്ട്രക്ചർ കാണിച്ചു തന്നില്ലേ, അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കാണാം. നമുക്കൊരു എക്സ്പെരിമെന്റ് ഉണ്ട്, ആ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പൊ ഇതുപോലത്തെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് ടൈപ്പ് ഇന്റർഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ല? ഇന്റർഫറൻസ് രണ്ട് ടൈപ്പ് ഇന്റർഫറൻസ് ഉണ്ട്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഉണ്ട്, അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഉണ്ട്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ പാറ്റേൺ ഒരു ഇങ്ങനത്തെ പാറ്റേൺ, ഞാനിപ്പോ കാണിച്ചു തന്ന ടൈപ്പ് പാറ്റേൺ ഇല്ലേ, അങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരെണ്ണം ഡാർക്ക്, ഒരെണ്ണം ബ്രൈറ്റ്, ഒരെണ്ണം ഡാർക്ക് ബ്രൈറ്റ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ നമുക്കൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഇതെന്ന് പറയുന്നത് എക്സ്പെരിമെന്റ് ആണ്. ഈ ഒരു എക്സ്പെരിമെന്റ് വഴി ഇത് ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു സോഴ്സ് വെച്ചിട്ട് ഇന്റർഫറൻസ് പാറ്റേൺ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. പക്ഷെ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കിട്ടത്തില്ല. എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് നമുക്ക് പാറ്റേൺ കിട്ടുന്നത് എന്നുള്ള എക്സ്പെരിമെന്റ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. എക്സ്പെരിമെന്റിൽ നിന്ന് ഡെറിവേഷനിലേക്ക് എങ്ങനെ എത്താം, അത് ഡെറിവേഷൻ ചെയ്ത് നമുക്ക് ഫൈനൽ ഇക്വേഷനിലേക്ക് എത്താം. പക്ഷെ നിങ്ങൾക്ക് ഡെറിവേഷൻ പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇക്വേഷൻ എഴുതുന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വന്നൊന്ന് ഡൗട്ട് ആവുന്നു പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ ആ ഡെറിവേഷൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഡെറിവേഷൻ നോക്കണ്ട, ജസ്റ്റ് ഫോർമുല മാത്രം നോക്കി പോയാൽ മതി. ഇൻ കേസ് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കിക്കോ. പക്ഷെ സിലബസിൽ അത് ഇല്ല എന്നാണ് എന്റെ ഒരു ഇത്. സിലബസിൽ ഇല്ല, കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. ജസ്റ്റ് ഇക്വേഷൻ മാത്രം മതി. പക്ഷെ ഞാൻ പഠിപ്പിക്കുമ്പോൾ അതോടെ പഠിപ്പിച്ചു പോകും. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് ഈ ഇന്റർഫറൻസ് പാറ്റേൺ, അതായത് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോ, കണ്ടീഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് sustained interference pattern. Conditions for obtaining sustained interference pattern. Condition for obtaining sustained interference pattern. Conditions for obtaining sustained interference pattern. So first point എന്ന് പറയുന്നത് സോഴ്സ് എന്ന് പറയുന്നത് കൊഹിറന്റ് ആയിരിക്കണം. കൊഹിറന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞെങ്കിൽ the source must be coherent. The source must be coherent ആയിരിക്കണം. coherent source ആയിരിക്കണം. coherent source എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ coherent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരുപോലെ ഇരിക്കാന്ന് അർത്ഥം. അപ്പൊ നമുക്ക് ഈ ഇന്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ഇന്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര വേവ് വേണം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി? 2 വേവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പൈൻ ചെയ്ത് റിസൾട്ടന്റ് ആയിട്ടുള്ള ഒരു വേവ് കിട്ടുള്ളൂ. അതിൽ നിന്നാണ് നമുക്ക് ഈ പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അപ്പൊ 2 വേവ്സ് നമുക്ക് വേണം. അപ്പൊ 2 വേവ്സ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും the source must be coherent. source must be coherent എന്ന് പറയുമ്പോൾ ഈ 2 വേവ്സും വരുന്നത് ഒരു സോഴ്സിൽ നിന്നായിരിക്കത്തില്ലേ? അപ്പൊ coherent എന്ന് പറയുമ്പോൾ ആ 2 വേവിന്റെയും വേവ് ലെങ്ത് ഷുഡ് ബി സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, അതുപോലെ ഫേസ് ആംഗിൾ ഇതെല്ലാം സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ദ വേവ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ, കൊഹിറന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ 2 വേവ് ഉണ്ട്. അപ്പൊ ഈ സോഴ്സിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സോഴ്സിൽ നിന്ന് 2 വേവ് വരുന്നു. ആ 2 വേവ് എങ്ങനെയായിരിക്കണം? വേവ് ലെങ്ത് സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. ലാംഡ എന്ന് പറഞ്ഞാൽ എന്തിനാ ഡിനോട്ട് ചെയ്യുക? വേവ് ലെങ്ത്. ന്യൂ എന്തിനാ ഡിനോട്ട് ചെയ്യുക? ഫ്രീക്വൻസി. ഫൈ എന്തിനാ ഡിനോട്ട് ചെയ്യുക? ഫേസ് ആംഗിൾ. ഇതെല്ലാം സെയിം ആണെങ്കിൽ ഓക്കെ, ഇതെല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ദ സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ് എന്ന് പറയാം. അപ്പൊ ഒരു കൊഹിറന്റ് സോഴ്സ് വേണം. അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ദ സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ് ആയിരിക്കണം. സോഴ്സ് കൊഹിറന്റ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്ക്രീനും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് വേണം സ്ക്രീനും സോഴ്സും. ഇത് മെറ്റീരിയലിൽ തന്നിട്ടുണ്ടോ നോക്കിക്കേ ഈ പോയിന്റ്സ്, അല്ലെങ്കിൽ എഴുതിയെടുത്തു. തന്നിട്ടുണ്ടോ കണ്ടീഷൻസ് ഫോർ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ? അല്ലെങ്കിൽ പോയിന്റ്സ് എഴുതിയെടുത്തു. ഓക്കെ, എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഫുള്ള് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ വരിക? സോഴ്സ് എന്തായിരിക്കണം? കൊഹിറന്റ് ആയിരിക്കണം. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് 2 സോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്ക്രീനും നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ സ്ക്രീൻ. ഫോർ എക്സാമ്പിൾ ഞാൻ ആ എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞാൽ 2 വേവ്സ് കമ്പൈൻ ചെയ്യുന്നു, നമുക്കൊരു റിസൾട്ടന്റ് വേവ് കിട്ടുന്നു. ആ വേവിൽ നമുക്കൊരു പാറ്റേൺ കിട്ടുന്നു. അതെങ്ങനെയാണ് എക്സ്പെരിമെന്റലി ചെയ്യുന്നതെന്നാ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു സോഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു പാരന്റ് സോഴ്സ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ സോഴ്സിൽ നിന്നായിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫോർ എക്സാമ്പിൾ നമുക്ക് ലൈറ്റ് വേവ് കൺസിഡർ ചെയ്യാം. അപ്പൊ ലൈറ്റ് വേവ് ആണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ലൈറ്റ് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എത്ര എണ്ണം വേണം? എത്ര വേവ് വേണം? നമുക്ക് 2 വേവ് വേണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഒരു സ്ക്രീൻ വെച്ച് കൊടുക്കണേ. സ്ക്രീൻ മീൻസ് ഒരു സ്ലിറ്റ് വെച്ച് കൊടുക്കണേ. ഇവിടെ ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു പീസ് വെച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തു, ഇവിടെയും ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഞാനൊരു ടോർച്ച്, നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, എന്റെ ഫ്രണ്ടിൽ ഒരു കാർഡ്ബോർഡ് പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഞാൻ 2 ഹോള് കറക്റ്റ് ഡിസ്റ്റൻസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഹോള്. ഓക്കെ, എന്റെ ഫ്രണ്ടിൽ കാർഡ്ബോർഡ് പേപ്പർ ഉണ്ട്. കാർഡ്ബോർഡ് പേപ്പറിൽ ഞാൻ 2 ഹോള് കറക്റ്റ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇവിടെയും ഒരു ഹോള് ഇവിടെയും ഒരു ഹോള് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ടോർച്ച് ഓൺ ചെയ്യണേ. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ടോർച്ച് ഓൺ ചെയ്യുന്നു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, ഈ ഹോളിൽ കൂടി അപ്പൊ ഇപ്പൊ എന്താ പറയാ, കാർഡ്ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് കാർഡ്ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പുറത്തുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ കാണാം ഞാൻ ഇവിടെ ഇരുന്നപ്പോ ടോർച്ച് അടിച്ച് പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡ് മാത്രമാണ് കാണാൻ പറ്റുക എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുക, എന്നെ കാണാൻ പറ്റുന്നില്ല, ഇവിടെ കാർഡ്ബോർഡ് വെച്ചൊരു ബ്ലാക്ക് കളറിലെ കാർഡ്ബോർഡ് വെച്ച് കവർ ചെയ്തിരിക്കാന്ന് വിചാരിക്കുക. ഇവിടെ ഇന്ന് ഞാൻ ടോർച്ച് അടിക്കുന്നു, ഇവിടെ ഫുള്ള് സ്ക്രീൻ ആണെന്ന് വിചാരിക്കുക കേട്ടോ, എന്നെ കാണുന്നേ ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ടോർച്ച് ലൈറ്റ് അടിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റുക, രണ്ട് ഹോളിൽ നിന്ന് എന്ത് വരും, ലൈറ്റ് വരും. വേറെ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ എന്തായിരിക്കും, രണ്ട് ഹോളിൽ നിന്നും ലൈറ്റ് വരും. ഇവിടെ നിന്നും ലൈറ്റ് വരും, ഇവിടെ നിന്നും ലൈറ്റ് വരും. ഓക്കെ, ഇനി ഇത് നമുക്കൊരു സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും എന്ത്, ഇന്റർഫറൻസ് പാറ്റേൺ ആയിട്ട് നമുക്ക് കിട്ടാം. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ ഒരു സോഴ്സ് എടുത്ത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ കൂടെ വരുന്നതും എന്ത് വേവ് തന്നെയാ, ലൈറ്റ് വേവ് തന്നെ. ഇവിടെ നിന്ന് വരുന്നതും എന്ത് തന്നെയാ, ലൈറ്റ് വേവ് തന്നെ. ഈ രണ്ട്, ഇനി നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വാട്ട് വിൽ ഹാപ്പൻ, എന്തായിരിക്കും സംഭവിക്കുക, these two waves combine and the resultant wave എന്ന് പറയുന്നത് എന്തായിരിക്കും, resultant displacement at any point is the vector sum of displacement of individual wave. അപ്പൊ ഇവര് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റും. മനസ്സിലായ കൺസെപ്റ്റ്? ഒക്കെ നോക്കിക്കേ, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഈ സോഴ്സിൽ നിന്ന് ലൈറ്റ് വരുന്നു, ഇങ്ങോട്ടും ലൈറ്റ് വരുന്നു, ഇങ്ങോട്ടും ലൈറ്റ് വരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നും ഒരു വേവ് ഫോം ചെയ്യുന്നു, ഇവിടെ നിന്നും ഒരു വേവ് ഫോം ചെയ്യുന്നു. ഓക്കെ, കണ്ട, ഇങ്ങനത്തെ ഒരു പാറ്റേൺ അല്ലേ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത്, ഫോണിൽ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നത്, ഇങ്ങനെ ആയിരിക്കും ലൈറ്റ് വരുന്നത്. കാരണം ഒരു ചെറിയ ഹോളാണ് ഞാൻ ഇട്ടെങ്കിൽ നമ്മൾ പറയുന്ന സ്ലിറ്റ് എന്ന് പറയും, ചെറിയൊരു ഹോളാണ് കൊടുത്തിരിക്കുന്നത്, സ്ലിറ്റിൽ ചെറിയൊരു ഹോള്. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ വരും, കണ്ട, ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഒരു മിനിറ്റ് തന്നിട്ടുണ്ടോ? ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ ഷുഡ് ബി വെരി സ്മോൾ. ഇതിനെ നമ്മൾ പറയാ സ്ലിറ്റ് എന്ന് പറയും, ഇതിനെ നമ്മൾ സ്ക്രീൻ എന്ന് പറയും. അപ്പൊ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം, ഭയങ്കര ലാർജ് ആയിരിക്കണം. ഓക്കെ, അതായത് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം, ഭയങ്കര ലാർജ് ആയിരിക്കണം. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് മസ്റ്റ് ബി സ്മോൾ. ഈ സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം, സ്മോൾ ആയിരിക്കണം. ഓക്കെ, മനസ്സിലായ? അതായത് ഇവര് തമ്മിൽ കൊണ്ടേ ദൂരെ ദൂരെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാർഡ്ബോർഡ് വെച്ചിരിക്കാന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ ഒരു ഹോള് കൊടുത്ത് ഇവിടെ ഒരു ഹോള് കൊടുത്തു, അപ്പൊ എനിക്ക് ഇത്രയും വലിയ പാറ്റേൺ ആയിട്ട് കിട്ടുമോ കറക്റ്റ് ആയിട്ട്? ഇല്ല. ഇതിങ്ങനെ അടുത്തടുത്ത് ലൈറ്റ് വന്നാൽ, ഈ ഹോൾസ് അടുത്തടുത്ത് വന്നാൽ മാത്രമല്ലേ നമുക്കൊരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ മീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, ഇറ്റ് ഷുഡ് ബി വെരി സ്മോൾ. ഓക്കെ, ഇനി സ്ക്രീൻ വെക്കുന്നത് എങ്ങനെയായിരിക്കും, ഇതിന്റെ അടുത്തായിരിക്കത്തില്ല, കുറച്ച് ലാർജ് ഡിസ്റ്റൻസിൽ വേണം കൊണ്ട് വെക്കാൻ. അത് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. അടുത്തടുത്ത് ഹോള് കൊടുത്താൽ മാത്രമല്ലേ നമുക്കൊരു പാറ്റേൺ ആയിട്ട് അത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും, അവിടെ കുറച്ച് ലൈറ്റ് വരും, ഇവിടെ നിന്ന് കുറച്ച് ലൈറ്റ് വരും, ബ്യൂട്ടിഫുൾ പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാ വരിക? ഫസ്റ്റ് വൺ, ദ സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ്. ഓക്കെ, സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കണം, വേവ് ലെങ്ത് ഷുഡ് ബി സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, ആൻഡ് ഓൾസോ ഫേസ് ആംഗിൾ ഷുഡ് ബി സെയിം. ഓക്കെ, ഇനി അപ്പോ കൊഹറന്റ് സോഴ്സ് ഒബ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇതൊരു പാരന്റ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ സെയിം പാരന്റ്, അതായത് ഇപ്പൊ രണ്ടുപേരും ഈ രണ്ട് വേവ് ലെങ്ത് സെയിം ആയിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ രണ്ട് ടോർച്ചിൽ നിന്നാണ് ഞാൻ ലൈറ്റ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ടോർച്ചിൽ നിന്നാണ് രണ്ട് ഹോൾ ഇട്ട് സെയിം ടോർച്ചിന്റെ ലൈറ്റ് ആണ് ഞാൻ രണ്ടിലേക്കും കൊടുത്തത് അല്ലെ. ഓക്കെ, അപ്പൊ പിന്നെ അത് എന്തായിരിക്കും, കൊഹറന്റ് ആയിരിക്കത്തില്ലേ? ഈ ടോർച്ചിന്റെ ലൈറ്റ് എന്താണോ അതിനൊരു വേവ് ലെങ്ത് ഉണ്ടാവും, അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും അല്ലെ. എന്റെ കയ്യിരിക്കുന്ന ടോർച്ചിന്റെ ലൈറ്റിന് ഒരു ഫ്രീക്വൻസിയും ഒരു വേവ് ലെങ്തും ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ആണ് ആ ഹോളിലേക്ക് പോയി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും ഫ്രീക്വൻസിയും വേവ് ലെങ്തും എങ്ങനെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അതെന്താ, സെയിം പാരന്റിൽ നിന്നാണ്. ഇത് നമ്മൾ പാരന്റ് സോഴ്സ് എന്നാ പറയാം. അപ്പൊ ഈ രണ്ട് സോഴ്സ് അല്ലെങ്കിൽ ഈ രണ്ട് സ്ലിറ്റിലും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സെയിം പാരന്റ് സോഴ്സിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്തായിരിക്കും, കൊഹറന്റ് ആയിരിക്കും. പക്ഷേ ഇന്റർഫറൻസ് മീൻസ് രണ്ട് ലൈറ്റ് കമ്പൈൻ ചെയ്താൽ മതി എന്നാണ്. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് എന്ത് പാറ്റേൺ കിട്ടിയത്, പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ കിട്ടിയത്. ദാറ്റ് മീൻസ് കൊഹറന്റ് ആയിട്ടുള്ള സോഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഇതിന് പകരം ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ നിന്ന് ഈ ഒരു ഹോൾ ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ഞാൻ രണ്ട് കയ്യിലും രണ്ട് ടോർച്ച് പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് ടോർച്ച് പിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വേറെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പല കളേഴ്സിൽ പറയാം. ഓക്കെ, ഇപ്പൊ ഒരെണ്ണം മോണോക്രോമാറ്റിക് ലൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഓക്കെ, പല കളേഴ്സ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. പല കളേഴ്സ് കൺസിഡർ ചെയ്യുന്ന വിചാരിക്കട്ടെ. ഇവിടെ എന്റെ ഒരു കയ്യിൽ വേറൊരു കളറും ഇപ്പുറത്തെ കയ്യിൽ വേറൊരു കളറും.
ഇരിക്കാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ലേസറോ എന്തെങ്കിലും ഇരിക്കാന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സസ്റ്റെയിൻ ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഇല്ല, കാരണം ഇതിന്റെ രണ്ടിന്റെയും ഈ രണ്ട് കളേഴ്സിന്റെ കളർ ഓഫ് ലൈറ്റിന്റെയും വേവ് ലെങ്ത് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ രണ്ട് സോഴ്സും സെയിം ആയിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കണ്ടന്റ് മനസ്സിലായി എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് എ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ? ഒരു സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? സോഴ്സ് മസ്റ്റ് ബി എന്തായിരിക്കണം? കൊഹിയറന്റ് ആയിരിക്കണം. കൊഹിയറന്റ് മീൻസ് വേവ് ലെങ്ത് ഷുഡ് ബി സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, ആൻഡ് ഓൾസോ ഫേസ് ആംഗിൾ ഷുഡ് ബി സെയിം. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്, ഈ സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? സ്മോൾ ആയിരിക്കണം. സ്മോൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 millimeter ഒക്കെ മതി, അത്രയും ചെറുത് മതി, 1 millimeter ഒക്കെ മതി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഞാൻ ഇപ്പൊ സ്മോൾ ഡി ആയിട്ട് എടുത്ത്. ഓക്കെ, സ്ലിറ്റ് തമ്മിലുള്ള, ശ്രദ്ധിക്കണേ, അടുത്ത ഇത് പറയുമ്പോൾ നമുക്ക് വേണ്ടതാണ്. സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഞാൻ സ്മോൾ ഡി ആയിട്ട് എടുത്ത്, അതൊരു 1 millimeter. 1 millimeter എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി എത്ര ചെറുതായിരിക്കും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുമ്പോൾ അത്രയും 1 millimeterലൊക്കെ നമുക്ക് ഡോട്ട് ഇട്ടിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ആയിട്ട്? ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഇതിനെ നമ്മൾ എന്താ പറയാ? സ്ക്രീനും അതുപോലെ തന്നെ ഈ സോഴ്സിന്റെ, ഇതിനാണ് സോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയാം. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ സ്ക്രീൻ, അല്ലെങ്കിൽ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ എന്ന് പറയുന്നത് വെരി ലാർജ് ആയിരിക്കണം. വെരി ലാർജ് എന്ന് പറയുമ്പോൾ ഒരു അറൌണ്ട് ഒരു 1 meter വരും. മനസ്സിലായോ? സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 millimeter ആണെങ്കിൽ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ഷുഡ് ബി 1 meter, അറൌണ്ട് 1 meter വരെയൊക്കെ വരും. അതാണ് കൊഹിയറന്റ് ആയിട്ടുള്ള പാറ്റേൺ. ഇതൊരു 2 mark ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നെ ചോദിക്കും, കണ്ടീഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് എ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ. അപ്പൊ എഴുതിക്കോ, കണ്ടീഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ. ഫസ്റ്റ് വൺ, സോഴ്സ് മസ്റ്റ് ബി കൊഹിയറന്റ്, അത് എഴുതി. സെക്കൻഡ് വൺ, distance between the source and the screen, distance between the source and the screen should be very large. Distance between the source and the screen should be very large. And distance between the slit should be very small. Bracketly koduthotta, distance between source and screen is around 1 meter, and the distance between the two slits around 1. സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാം. പ്രശ്നം ഇതിനെയും വേണമെങ്കിൽ സോഴ്സ് എന്ന് ഇപ്പൊ എഴുതിയ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. മറ്റേതെന്ന് പറയുന്നത് ഈ സ്ലിറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ സ്ലിറ്റ് അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നിനക്ക് സോഴ്സ് എന്ന് പറയാം. അതായത് ഇതിനെ വേണമെങ്കിൽ സോഴ്സ് എന്ന് പറയാം. അതായത് ഇതിനെ ഇപ്പൊ സ്ലിറ്റ് എന്ന് പറയേണ്ട സോഴ്സ് എന്ന് പറയാം. സോഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരാൻ പാടില്ല? സോഴ്സ് ഓർ സ്ലിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, സ്ലിറ്റ് ഞാനൊരു ഹോൾ ആയിട്ടാണ് പറഞ്ഞത്. സോഴ്സ് ഓർ സ്ലിറ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ ആയിട്ട് പറയാം. അതായത് ഈ സോഴ്സ്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സോഴ്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഷുഡ് ബി വെരി സ്മോൾ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സോഴ്സിന്റെ സ്ക്രീനും, സോഴ്സും അതുപോലെ തന്നെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ലാർജ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഏതൊക്കെയാ കണ്ടീഷൻസ് പറഞ്ഞേ? സോഴ്സ് മസ്റ്റ് ബി കൊഹിയറന്റ് ആയിരിക്കണം. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് സ്ക്രീൻ എന്തായിരിക്കണം? സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വെരി ലാർജ് ആയിരിക്കണം. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് തമ്മിൽ, ആ രണ്ട് സോഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് എന്തായിരിക്കണം? സ്മോൾ ആയിരിക്കണം. ഇതൊക്കെയാണ് കണ്ടീഷൻസ് ആയിട്ട് വരാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് എന്താണ് ഐഡിയ എന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ട് ഇന്റർഫിയറൻസ് പാറ്റേൺ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഉണ്ട്, അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കണ്ട ഇന്റർഫിയറൻസ് പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വരും. ഇതൊന്ന് വരച്ചു വെച്ചേക്കട്ടോ. ക്രസ്റ്റും ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ ട്രഫും ജോയിൻ ചെയ്ത് വരും. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഒരു പാറ്റേൺ കിട്ടും. ഒരു ഡാർക്ക്, ഒരു ബ്രൈറ്റ്, അങ്ങനെ ഇടക്കിട്ട് വരക്കാം. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക് ബ്രൈറ്റ് അങ്ങനെ കൊടുക്കുക.
ഓക്കെ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് കിട്ടും. കൺസ്ട്രക്ട് അതായത് കണ്ടത് ഇങ്ങനെ വരും നോക്കിക്കേ. അതായത് നമുക്ക് കിട്ടുന്ന ഈ പാറ്റേൺ എന്ന് പറയുന്നില്ലേ, ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഇതാക്കി ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. സ്ക്രീനിൽ ഇങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യും, ഇങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ വരച്ച് വെച്ചേക്കുന്നത്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് നമ്മളൊന്ന് കാണിച്ചത്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയർ അതായത് ഇവിടെ നോക്കിക്കേ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരും. ഒരെണ്ണം ബ്ലാക്ക് ആണെങ്കിൽ ഒരെണ്ണം വൈറ്റ്. അതായത് ഡാർക്ക് ബ്രൈറ്റ് അങ്ങനെയായിരിക്കും ഫ്രിഞ്ച് വരിക. ഡാർക്ക് ഫ്രിഞ്ച്, ബ്രൈറ്റ് ഫ്രിഞ്ച്, ഡാർക്ക് ഫ്രിഞ്ച് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഞാൻ ഈ ഡാർക്ക് ഇവിടെ വരച്ചേക്കണ. ഇത് ബ്രൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഡാർക്ക്. ഓക്കെ, ഡാർക്കും ബ്രൈറ്റ് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു പാറ്റേൺ ആണ് ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് പറയാൻ പോവുക. അതിനു മുമ്പ് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർഫറൻസ് പറയാം. രണ്ട് ടൈപ്പ് ഇന്റർഫറൻസ് ആണ് വരിക. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഉണ്ട്. ആദ്യം അതൊന്ന് എഴുതിക്കോ. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഇത് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പഠിച്ചു പോയാൽ മതി. നമുക്ക് ഡീപ്പായിട്ട് വലുതായിട്ട് പറയണ്ട, ജസ്റ്റ് പഠിച്ചു പോയാൽ മതി. രണ്ട് കോളായിട്ട് വരച്ചോ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഡിഫറൻസ് എഴുതി പോകാം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ആ ഫിഗർ വരച്ചെടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് രണ്ട് ടൈപ്പ് ഇന്റർഫിയറൻസിനെ പറ്റിയാണ് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഓക്കെ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ when two waves meet in the same phase, രണ്ട് വേവ്സ് സെയിം ഫേസിലായിരിക്കുക. സെയിം ഫേസിലല്ല, സെയിം ആംഗിൾ ആണ്, ഫേസ് ആംഗിൾ ഒക്കെ സെയിം ആയിട്ട് രണ്ട് വേവ്സ് സെയിം ഫേസിലാണ് മീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഓക്കെ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും കൺസ്ട്രക്റ്റീവും വരും. രണ്ട് വേവ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ കൺസ്ട്രക്റ്റീവും പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രക്റ്റീവും പ്രൊഡ്യൂസ് ചെയ്യും. ഇഫ് when two waves meet in the same phase, രണ്ടും മീറ്റ് ചെയ്യുന്നത് സെയിം ഫേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഓക്കെ, രണ്ട് വേവ്സ് when two or more waves occur in the same phase, രണ്ട് വേവ്സ് സെയിം ഫേസിൽ വരും. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് എന്തായിരിക്കും മീൻ ചെയ്യുക? when two or more waves occur in the opposite phase, when two or more waves occur in the opposite phase, the interference pattern produced is destructive interference. നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതാം, നമുക്ക് പറഞ്ഞിട്ട് എഴുതാം. നിൽക്കി ഇനി അടുത്ത ഇതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ കേസിലാണെങ്കിൽ ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്തിരിക്കും. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഇൻക്രീസസ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും വരിക? ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും മറ്റേതിന്റെ? ഡിസ്ട്രക്റ്റീവിന്റെ എങ്ങനെയായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ്. ഓക്കെ, അപ്പൊ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുക? when two or more waves occur in the same phase, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുക, രണ്ടും സെയിം ഫേസിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കും. മറ്റേതാണെങ്കിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും വരിക. ഇനി ഇവിടെ ഉണ്ടാവുന്ന ഫ്രിഞ്ചിന്റെ പേരാണ് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയും. ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇന്റൻസിറ്റി ആണ് ഇതിനുണ്ടാവുക. മാക്സിമം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ, എന്നിട്ട് എഴുതിയാൽ മതിയെ. മാക്സിമം ഇന്റൻസിറ്റി. ഇനി ഇവിടത്തെ കേസിലാണെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ച് ആണ് ഒബ്സർവ് ചെയ്യുക. ഡാർക്ക് ഫ്രിഞ്ച്. അപ്പൊ ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി എങ്ങനെയായിരിക്കും? മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡയാണ്. എങ്ങനെയാ വന്നൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ എന്ന് പറയുന്ന സിമ്പിൾ ചാപ്റ്റർ ആയിട്ടാണ്, പക്ഷെ ഇത് വലിയ ചാപ്റ്റർ ആണ്. പക്ഷെ നിങ്ങൾക്ക് പോർഷൻസ് ഡെലീറ്റഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ എല്ലാം പറഞ്ഞു, പക്ഷെ വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. പാത്ത് ഡിഫറൻസ് n ലാംഡയാണ്. ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ് ഒക്കെ എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. പാത്ത് ഡിഫറൻസ് 2n+1 into lambda by d. ഓക്കെ, ഇതാണ് ഇതിന്റെ കേസ് വരിക. പോയിന്റ്സ് ഒന്ന് എഴുതിയെടുത്തോന്നിട്ട് ഞാൻ പാറ്റേൺ വരച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാ വരുന്നത്. സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി.
സോറി 2n - 1 λ/2 ആയിരുന്നു ഇല്ലടി. ഒരു മിനിറ്റ് കേട്ടോ. കറക്റ്റ്. ഒരു സെക്കൻഡിലേക്ക് വരാതെ. യങ്സ് ഡബിൾ സ്ലിറ്റിന്റെ ഡെറിവേഷൻ ഒന്നും സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഡെറിവേഷൻ ഇല്ലല്ലോ. കുഴപ്പമില്ല.
നിങ്ങൾ ഇക്വേഷൻ മാത്രം എഴുതിയെടുത്താൽ മതി. ഞാൻ പക്ഷെ ഡെറിവേഷൻ ഒന്ന് പറഞ്ഞു പോകും എങ്ങനെയാ വരുന്നത്. ഇത് പറഞ്ഞു എന്താടാ എവിടത്തെ ഇതങ്ങനെയല്ല. ഇവിടെ നിന്ന് സോഴ്സിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ബെൻഡിങ് ഒന്നും അല്ല നടക്കണത് ഇവിടെ. ഇവിടെ ചുമ്മാ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഴ്സിൽ നിന്ന് ലൈറ്റ് കൊടുക്കുന്ന ഒരു ഹോൾ കൊടുത്തിട്ട് ആ ഹോളിൽ നിന്ന് ലൈറ്റ് വേവ്സ് ആണ് ഈ പോകുന്നത്. അതിൽ നമ്മൾ 2 വേവ് കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രോസസ് ഒന്നും വരുന്നില്ല. ബെൻഡിങ് നടക്കാൻ വേണ്ടി ഒരു സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, സ്ക്രീനിൽ ഹോൾ ഇട്ടിട്ട് ആ ഹോളിൽ കൂടി ഡയറക്റ്റ് ആണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. അത് നമ്മൾ ജസ്റ്റ് വരച്ച് കാണിച്ചേക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് കുറെ ലൈറ്റ് വേവ്സ് വരുന്നുണ്ട്. അപ്പൊ 2-3 ലൈറ്റ് വേവ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് എക്സ്പെരിമെന്റിലേക്ക് പോകുന്നത്. ഇത് സ്കൂളിലെ നോട്ടാ ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഫിഗർ നീ നേരത്തെ വരച്ചതാ. ഓക്കെ, ഞാൻ വരച്ചായിരുന്നു. ഓക്കെ, ഇനി ഇപ്പൊ ഇത്രയും മനസ്സിലായി. ഇതെന്താണെന്നൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കേ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് പാറ്റേൺ ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ ഞാൻ ഫിഗർ വരച്ചത് ഞാൻ മായ്ച്ചു കളഞ്ഞത്. ഇങ്ങനെ വരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. അതിൽ ഒരെണ്ണം കൺസ്ട്രക്റ്റീവും ഒരെണ്ണം ഡിസ്ട്രക്റ്റീവും ആയിരിക്കും പറഞ്ഞേക്കുന്നത്. ഇനി അതിന്റെ കണ്ടീഷൻസ് ആണ് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്ത ഈ പാറ്റേണിൽ ഞാൻ ഇനി വരച്ച് കാണിക്കണ്ടല്ലോ. ഇത് വരച്ച് കാണിക്കണ്ടല്ലോ. എന്താ ഒബ്റ്റെയിൻ ചെയ്തതെന്ന് മനസ്സിലായില്ല. നമുക്ക് ഒരു ഡാർക്ക്, ഒരു ബ്രൈറ്റ്, ഒരു ഡാർക്ക്, ഒരു ബ്രൈറ്റ്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ ഡാർക്ക് എന്ന് പറയുന്നത് എന്താ? ഡാർക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഡാർക്ക് കിട്ടുന്നത് എവിടെ? ഡാർക്ക് ഫ്രിഞ്ച്. ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുന്നത് എന്താ? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് വരുന്നത്. ഡിസ്ട്രക്റ്റീവ്, കൺസ്ട്രക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ്, കൺസ്ട്രക്റ്റീവ് അങ്ങനെ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് വൺ ഇപ്പൊ കൺസ്ട്രക്റ്റീവ് ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ ഈ ഫ്രിഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഡാർക്കൻ ചെയ്തിട്ടത് ഡാർക്ക് ഫ്രിഞ്ചാ. അപ്പൊ ഡാർക്ക് ഫ്രിഞ്ച് വരും. അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തായിരിക്കും വരിക? ബ്രൈറ്റ് ഫ്രിഞ്ച് വരും, പിന്നെ ഡാർക്ക് ഫ്രിഞ്ച് വരും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഫസ്റ്റ് വന്നേക്കുന്നത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഇന്റൻസിറ്റി എന്താ വരിക? ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഇന്റൻസിറ്റി എന്താ വരിക? മാക്സിമം ഇന്റൻസിറ്റി. ദെൻ അടുത്തത് എന്തായിരിക്കും? ഡാർക്ക് ഫ്രിഞ്ച്. ഡാർക്ക് ഫ്രിഞ്ചിന് എന്ത് ഇന്റൻസിറ്റി ആയിരിക്കും വരിക? മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എന്തായിരിക്കും വരിക? ബ്രൈറ്റ് ഫ്രിഞ്ച് വരും, പിന്നെ അഗൈൻ ഡാർക്ക് ഫ്രിഞ്ച് വരും. അങ്ങനെ ഡാർക്ക് ബ്രൈറ്റ് ഇങ്ങനെ പോകും. അപ്പൊ ഇന്റർഫറൻസ് നമുക്ക് പാറ്റേൺ കിട്ടുന്നത് 2 ടൈപ്പ് ഇന്റർഫറൻസ് പാറ്റേൺ ആയിട്ടാണ് കിട്ടുക. വൺ ഇസ് കൺസ്ട്രക്റ്റീവ് ആൻഡ് അനദർ വൺ ഇസ് ഡിസ്ട്രക്റ്റീവ്. ഓക്കെ, അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when 2 or more waves occur in the same phase, 2 വേവ്സ് സെയിം ഫേസിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുക? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് കിട്ടുക. ദാറ്റ് ഇസ് മാക്സിമം ഇന്റൻസിറ്റി ഉള്ള ഇന്റർഫിയറൻസ് നമുക്ക് കിട്ടുക. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ 2 വേവ്സ് ഓപ്പോസിറ്റ് ഫേസിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് മീൻസ് എന്താ മീൻ ചെയ്യുക? എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? മിനിമം ഇന്റൻസിറ്റി ആണ്, അതിന് ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ, ആംപ്ലിറ്റ്യൂഡ് കൂടിയെന്ന് പറയുമ്പോൾ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ നല്ല ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ഇനി അടുത്ത വേവ് എന്താ? ഡിസ്ട്രക്റ്റീവ്. അപ്പൊ ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്. അങ്ങനെയാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ കേസിലാണ് നമ്മളിത് പറയാ. പിന്നെ പാത്ത് ഡിഫറൻസ് എന്ന് പറയാ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇത് തമ്മിലുള്ള പാത്തിന്റെ ഡിഫറൻസ്. ഫസ്റ്റ് വൺ കൺസ്ട്രക്റ്റീവ്. അപ്പൊ 2 കൺസ്ട്രക്റ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്താ എഴുതി വെച്ചേക്കുന്നത്? n ലാംഡ എന്ന് എഴുതി വെച്ചേക്കാം. ഇനി അതുപോലെ തന്നെ അടുത്തടുത്ത് വരുന്ന 2 ഡിസ്ട്രക്റ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 2n-1 ഇൻറ്റു ലാംഡ ബൈ 2 എന്ന് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇത് പഠിച്ചു വെച്ചോളാം. പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഈസ് n ലാംഡ ആൻഡ് പാത്ത് ഡിഫറൻസ് ഓഫ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അപ്പൊ 2 ഡിസ്ട്രക്റ്റീവ് വരുന്നത്. അപ്പൊ ആലോചിക്കുക, ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പാറ്റേൺ അങ്ങ് ആലോചിക്കുക. ഡാർക്ക് ബ്രൈറ്റ്, ഡാർക്ക് ബ്രൈറ്റ്, ഡാർക്ക്. ഡാർക്ക് എന്ന് പറയുന്നത് എന്തിനാ ഡിനോട്ട് ചെയ്യും? എന്തിനാ? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി എന്തായിരിക്കും? മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. അത് തമ്മിലുള്ള, അപ്പൊ 2 ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്താ വരിക? 2n-1 ഇൻറ്റു ലാംഡ ബൈ 2. ഇനി അടുത്തത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാക്സിമം ഇന്റൻസിറ്റി ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ 2 കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും വരിക? n ലാംഡ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, അതായത് ഇന്റർഫിയറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ആ എക്സ്പെരിമെന്റ് വഴി ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും പറയും. ഞാൻ ഡെറിവേഷൻ പറയും, പക്ഷെ നിങ്ങൾ അത് നോക്കണം എന്നില്ല. നോക്കണം മീൻസ് ശ്രദ്ധിച്ചിരിക്കുക, പക്ഷെ എഴുതിയെടുക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുത്താൽ മതി, കാരണം നിങ്ങൾക്ക് അത് വേണ്ട. ആ ഫോർമുല മാത്രം നമുക്ക് മതി.
ഓക്കെ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്ലൻ ഇന്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയാൻ പോകും. ഓക്കെ. അതുപോലെ തന്നെ അതിന്റെ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെയും അതുപോലെ തന്നെ ഡാർക്ക് ഫ്രിഞ്ചിന്റെയും വിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ സോഴ്സ് കൺസിഡർ ചെയ്തു. സോഴ്സിൽ നിന്നായിരിക്കും എന്ത് വരാ, ഒരു പാരന്റ് സോഴ്സ് ഇവിടെ ഉണ്ട്. ആ പാരന്റ് സോഴ്സിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്. ദിസ് ഇസ് ഫസ്റ്റ് വൺ, ദിസ് ഇസ് സെക്കൻഡ് വൺ. രണ്ട് സോഴ്സ്. ഓക്കെ. ഈ രണ്ട് സോഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ഡി അല്ലെ. ഡിയുടെ എത്രയായിരിക്കും, 1 millimeter സംതിങ് ആയിരിക്കും. ഓക്കെ. ഇനി അപ്പൊ ഇവിടെ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇവിടെ ആയിട്ട് ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് കുറെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. ഇനി ഇതിന്റെ രണ്ടിന്റെയും, അതായത് ഈ സ്ലിറ്റിന്റെ രണ്ടിന്റെയും എക്സാക്ട് സെന്ററിലായിട്ട് ഞാൻ സെന്റർ മാർക്ക് ചെയ്യാണ്. ഇതിന് ഞാൻ സെന്ററിന് ഓന്ന് കൊടുത്തു. ഓക്കെ. ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്, എങ്ങനെയാ വരുന്നതെന്നാ പറയാൻ പോകുന്നത്. ഓക്കെ. ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്. അപ്പോൾ സെന്റർ ഞാൻ മാർക്ക് ചെയ്ത്, ഇനി ഇതിൽ നിന്ന് ഈ സോഴ്സിൽ നിന്ന് ലൈറ്റ് റേസ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു ലൈറ്റ് റേ ഫസ്റ്റ് വൺ ഞാൻ ഇങ്ങോട്ട് വരച്ച് കാണിച്ചു. ഓക്കെ. അടുത്തത് ഇവിടെ നിന്നുള്ള അടുത്ത ലൈറ്റ് റേ ഞാൻ സെന്ററിലേക്ക് കാണിച്ചു. ഓക്കെ. ഇപ്പൊ രണ്ട് ലൈറ്റ് റേസ് ആയി. ഇനി അടുത്തത് ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ ഈ പോയിന്റിലേക്ക് ഒരു ലൈറ്റ് റേ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ പോയിന്റിലേക്ക് ഒരു ലൈറ്റ് റേ കൊടുക്കുന്നു. ഓക്കെ. സൗണ്ട് വേവ് കൺസിഡർ ആണെങ്കിൽ സൗണ്ട് വേവ് കൺസിഡർ ചെയ്യാം, ഞാൻ ജസ്റ്റ് ഇത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ. മനസ്സിലായി എന്താ ചെയ്തേക്കുന്നത്? ഈ ഹോളിൽ നിന്നും ഇങ്ങോട്ടും കൊടുത്തു, ഇങ്ങോട്ടും കൊടുത്തു, ഈ ഹോളിൽ നിന്ന് ഇങ്ങോട്ടും കൊടുത്തു, അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുത്തു. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, രണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ S1P യും S2P യും ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ. S2P ആയിരിക്കോ വലുത്, S1P ആയിരിക്കോ വലുത്? S2P ആണ് വലുത്. S2P is greater than S1P. സോ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആഫ്റ്റർ ഡിഫറൻസ് ബിറ്റ്വീൻ S1P ആൻഡ് S2P, അപ്പൊ എങ്ങനെ എടുക്കാം, S2P മൈനസ് S1P. നമുക്ക് ഇത് കണ്ടുപിടിക്കണം, ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. S2P മൈനസ് S1P നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോ S2 ശ്രദ്ധിക്കേണ്ടെന്ന് പറയുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ചോട്ടെ, എങ്ങനെയാ വന്നതെന്ന് അറിയണ്ടേ. S2P എന്ന് പറയുന്ന ഏത് ഡിസ്റ്റൻസ് ആണ്, ഇതാണ് S2P. S1P എന്ന് പറയുന്ന ഏത് ഡിസ്റ്റൻസാ, ഇതാണ് S1P. അത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോ S1P കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന എന്താന്ന് നോക്കണേ. ഈ ഡിസ്റ്റൻസ് D അല്ലേ, ഈ ഡിസ്റ്റൻസ് D ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കാം, D/2 ആയിട്ട് ഞാൻ എടുത്ത്. ഓക്കെ. ഈ ഡിസ്റ്റൻസ് D/2, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ഞാൻ എന്തായിട്ട് എടുത്ത്, D/2 ആയിട്ട് എടുത്ത്. ഇനി ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ ഞാൻ X ആയിട്ട് എടുക്കണേ. ഓക്കെ. മനസ്സിലായി? ഇനി S1P കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്, ഇതിന്റെ സെന്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ച്, ഒരു ലൈൻ കൊടുത്ത്, അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഞാൻ ആ സ്ക്രീനിലേക്ക് ഒരു ലൈൻ വരച്ചു, M. ഓക്കെ. ജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു S1 സോഴ്സിൽ നിന്ന് സ്ക്രീനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്, അതുപോലെ S2 സോഴ്സിൽ നിന്ന് സ്ക്രീനിലേക്ക് എന്ത് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്. എന്തിനു വേണ്ടിയാണ്, നമുക്ക് S2P യും കണ്ടുപിടിക്കണം, S1P യും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി S1P കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളപ്പോ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി, കൺസിഡർ ട്രയാങ്കിൾ S1PN. S1PN എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, S1P കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ കൺസിഡേർഡ് ട്രയാങ്കിൾ S1PN, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഭവ് പറഞ്ഞ്, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് S1P കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് പറഞ്ഞേ. S1P എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു S1P സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, ഹോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് എന്താ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഏത് ലെറ്റർ വെച്ചാ റെപ്രസെന്റ് ചെയ്യുക, ക്യാപിറ്റൽ D. ഓക്കെ. അപ്പൊ ഈ S1P കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് ഏതാ, ഇതിന്റെ ബേസ് ഏതാ, S1N. അപ്പൊ S1N സ്ക്വയർ പ്ലസ് അടുത്തത് PN സ്ക്വയർ.
ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് അനദർ വൺ കൺസിഡേർഡ് അനദർ ട്രയാങ്കിൾ. അടുത്ത ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് അടുത്ത ഏതാ കണ്ടുപിടിക്കേണ്ടത്? S2P ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ S2P കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം? S2P കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് വേണം? S2PM എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സോ കൺസിഡേർഡ് അനദർ ട്രയാങ്കിൾ S2PM എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇനി അത് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സ് പറഞ്ഞേ, ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് S2P കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? S2P whole square equal to S2M square plus PM square. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓൾസോ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇക്വേഷൻ 1 എങ്ങനെയാവും? S1P square equal to S1N square എന്ന് പറയുന്നത് എന്താ? S1N square ഡിസ്റ്റൻസ് എന്താ? D. അപ്പൊ ഇവിടെ എന്ത് വരും? D square പ്ലസ് PN square എന്ന് പറയുമ്പോൾ ഇതാണ് PN എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് x ആണ്. ഇത് D/2 ആണെങ്കിൽ ഈ പോർഷൻ എന്തായിരിക്കും? ഇതും D/2 തന്നെ ആയിരിക്കില്ലേ? ഇത് D/2 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? D/2. അപ്പൊ നമുക്ക് PN കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? x മൈനസ് D/2. അപ്പൊ എന്ത് വന്നു? x മൈനസ് D/2 the whole square and equation 2 become equation 2 എന്തായി? ഇക്വേഷൻ 2 എന്ന് പറഞ്ഞേ, അനീഷക്ക് പറയാൻ പറ്റുമോ നോക്കി? ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേ. S2P square equal to എന്ത് വരും? S2M ന്റെ ഡിസ്റ്റൻസ് എന്താ? D. അപ്പൊ എന്ത് വന്നു? D square പ്ലസ് ഇനി അടുത്തത് PM square. PM എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ x ആണ്. ഇത്രയും പോർഷൻ എന്തായിരിക്കും? x plus D/2 the whole square. അപ്പൊ എന്ത് വന്നു? x plus D/2 the whole square. ഓക്കെ, അപ്പൊ നമുക്ക് S1P square കിട്ടി, S2P square കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യാം? അടുത്തത് S2P square മൈനസ് S1P square. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? S2P square മൈനസ് S1P square, that is D square plus x plus D/2 the whole square മൈനസ് അടുത്ത എന്ത് വന്ന്? D square ഓക്കെ, D square plus x minus D/2 the whole square. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ട, ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പോ എന്തൊക്കെ പോയിട്ടുണ്ട്? അത് രണ്ടും പോയി. ബാക്കിയുള്ളത് x plus D/2 the whole square minus x minus D/2 the whole square. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? x square plus 2ab plus b square, x square minus 2ab എന്താണ്? ഏതാണ് 2d? എവിടെ? ഇത് ആഡ് ചെയ്യുമ്പോഴാ ലാസ്റ്റ് അല്ലേ? അത് പറയാം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? x square ക്യാൻസൽ ആയി. D/2 എന്ത് സംഭവിക്കും? അതും ക്യാൻസൽ ആവും. ഓക്കെ, പ്ലസ് അല്ലേ? അപ്പൊ ഇതും ക്യാൻസൽ ആയി. ബാക്കി എന്തായിരിക്കും വരിക? ഇത് രണ്ടുമായിരിക്കും വരിക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വന്ന്? 2 into 2x D/2 എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി എന്ത് വന്ന്? 2xd എന്ന് പറഞ്ഞു നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്തായിരിക്കും വരിക? ഇനി എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. S2P square minus S1P square equal to 2xd. ഓക്കെ, ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു S1P is approximately equal to d കൊടുത്തു, S2P is approximately equal to 2d എന്ന് ഞാൻ കൊടുത്തു. അപ്പൊ ഇതിൻ്റെത് 2d equal to 2xd എന്ന് പറഞ്ഞു വന്ന്. എന്നല്ലേ നീ ഉദ്ദേശിച്ചോ? d equal to xd. മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ അത്രയും പോയാൽ മതി, അല്ലെങ്കിൽ ഇല്ല, കംപ്ലീറ്റ് അല്ല. പറയാം. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഞാൻ പറയാം. ഒരു മിനിറ്റ്.
ഇവിടെ വരെ എഴുതിക്കോട്ടാ, ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ വരെ എഴുതിക്കോ, അത് സോൾവ് ചെയ്ത് എഴുതിക്കോ. 2xd വരെ എഴുതി കഴിഞ്ഞാ എഴുതിക്കോ, എന്തായാലും എഴുതിക്കോ, ജസ്റ്റ് നോക്കാം നമുക്ക്. ഇത്ര എഴുതി കഴിയുമ്പോ പറയട്ടാ. ഓക്കെ, കഴിഞ്ഞ അത്രയും. ഓക്കെ, ഇത് സോൾവ് ചെയ്തപ്പോ എത്ര കിട്ടിയത്? 2xd എന്ന് വന്ന്. അത്ര എഴുതിയില്ല, അത് ഞാൻ മായ്ച്ചു കളഞ്ഞില്ലേ, സോറി. 2 into 2xd by d. എന്ത് വന്ന്? s2p minus s2p square minus s1p square is equal to 2xd എന്ന് വന്നു. ഓക്കെ, s2p square minus s1p square is equal to 2xd. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. s2p മൈനസ് ഇത് എന്ത് ഫോമില കിടക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമില കിടക്കുന്നത്. സോ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. s2p മൈനസ് s1p ഇൻറ്റു s2p പ്ലസ് s1p ഈക്വൽ ടു 2xd. ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് s2p എന്നുള്ളതും s1p എന്നുള്ളതും ഞാനിപ്പോ d ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകും. അപ്പൊ എന്ത് വരും? s2p മൈനസ് ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? s2p മൈനസ് s1p ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ഇത്രയും ഒന്നും മനസ്സിലായല്ല. s2p സ്ക്വയർ മൈനസ് s1p സ്ക്വയർ ഇസ് ഈക്വൽ ടു 2xd. ഇത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ ആയതുകൊണ്ട് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സ്പ്ലിറ്റ് ചെയ്ത് s2p മൈനസ് s1p ഇൻറ്റു s2p പ്ലസ് s1p എന്ന് പറഞ്ഞെടുത്തു. ഇനി s2p എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, s2p എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും അതുപോലെ s1p എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ d ആയിട്ട് അസ്യൂം ചെയ്യാൻ പോവുക. ഓക്കെ, d ആയിട്ട് ഡിസ്റ്റൻസ് d ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ എന്ത് വന്നു? ഇത് അങ്ങനെ തന്നെ കൊടുക്കുക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനെ നമ്മൾ d ആയിട്ട് അപ്രോക്സിമേറ്റ്ലി s2p is approximately equal to d and s1p is approximately equal to d. അതായത് ആ ഒരു സ്ലിറ്റിന്റെയും സോഴ്സിന്റെയും സ്ക്രീനിന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് മറ്റേത് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വരും? d plus d equal to
2xd. Then s2p minus s1p is equal to അല്ല into 2d equal to 2xd. 2 cancel ചെയ്ത് ബാക്കി എന്താ വരിക? s2p minus s1p equal to xd by d. ഒന്ന് എഴുതണേ. s2p minus s1p equal to xd by d. ഇനി അടുത്തത് കണ്ടീഷൻ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കണ്ടീഷൻ ആണ് വേണ്ടത്. കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഇൻ n ലാംഡ. അപ്പൊ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി ആണോ മിനിമം ഇന്റൻസിറ്റി ആണോ? മാക്സിമം ഇന്റൻസിറ്റി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? s1p യും s2p യും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യും? മാക്സിമം മിനിമം ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മാക്സിമം മിനിമം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ കണ്ടീഷൻ ഫോർ മാക്സിമ ഇത്രയും ഇവിടം തൊട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് ഇവിടം തൊട്ടാണ്. ഇവിടം തൊട്ട് മതി. ബാക്കിയുള്ളതെല്ലാം ഡെറിവേഷൻ ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിലും കുഴപ്പമില്ല. അതായത് എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയാ. ചുമ്മാ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് പാത്ത് ഡിഫറൻസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഡെറിവേഷൻ പറഞ്ഞു പോയത്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കുക. എക്സാമിന് വരില്ല, നിങ്ങൾക്ക് സിലബസിൽ എടുത്തില്ല സ്കൂളിലൊന്നും, അതുകൊണ്ട് വരത്തില്ല. പക്ഷെ എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇവിടം തൊട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ പാത്ത് ഡിഫറൻസ് s1p യും അതുപോലെ തന്നെ s2p യും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് xd by d ആണ്. ഇത് എങ്ങനെ കിട്ടിയെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കത് കിട്ടിയത്. ഇനി കണ്ടീഷൻ ഫോർ മാക്സിമ. മാക്സിമ എന്ന് പറയുമ്പോൾ ഏത് ഇന്റർഫിയറൻസ് അവിടെ വരിക? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്താ? ഇത് നമ്മൾ എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്തതാണ് എങ്ങനെയാ കിട്ടിയേക്കുന്നത്. അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ ഇക്വേഷൻ എന്താ? n ലാംഡ. അപ്പൊ n ലാംഡ ഈക്വൽ ടു xd by d. ഇവിടുന്ന് നമുക്ക് x കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? x ഈക്വൽ ടു xd ഈക്വൽ ടു n ലാംഡ d. then x ഈക്വൽ ടു n ലാംഡ d by d. n-ന്റെ വാല്യൂസ് എങ്ങനെ വരാം? 1 2 3 4. ഇതാണ് മാക്സിമയുടെ ഇക്വേഷൻ. ഇനി അടുത്തത് കണ്ടീഷൻ ഫോർ മിനിമ. മിനിമ എന്ന് പറയുമ്പോൾ ഏത് ഇന്റർഫിയറൻസ് ആയിരിക്കും വരിക? മിനിമ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക? ഡിസ്ട്രക്റ്റീവ്. ഡിസ്ട്രക്റ്റീവിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? 2n - 1 ഇൻറ്റു ലാംഡ ബൈ 2. അപ്പൊ ഇവിടെ നിന്ന് x എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? x is equal to 2n - 1 divided by n-ന്റെ വാല്യൂസ് അവിടെ എന്ത് തന്നെയായിരിക്കും? 1 2 3. ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ തൊട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്ങനെയാ വന്നേക്കണെന്ന്. ഈ പോർഷൻ പഠിച്ചു വെക്കുക. കണ്ടീഷൻ ഫോർ n ലാംഡ എന്ന് പറയുന്നത് എന്താ? പാത്ത് ഡിഫറൻസ് ഓഫ് മാക്സിമ. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഡിഫറൻസ് എങ്ങനെയാ വന്നിരിക്കുന്നത്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിഫറൻസ് എങ്ങനെയാ വന്നിരിക്കുന്നതെന്നാണ് ഈ കിട്ടിയത്. xd by d കഴിഞ്ഞ. അടുത്തൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കൂ. അടുത്ത നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താ? ഓരോ പാറ്റേൺസിന്റെയും ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്തു. അതിന്റെ പാറ്റേണിന്റെ മാക്സിമം. അപ്പൊ നമുക്ക് ഇവിടെ ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് ശ്രദ്ധിക്കുക. ഇത് എഴുതിയില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പാറ്റേൺ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്ത്. ആ പാറ്റേണിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൺസ്ട്രക്റ്റീവ് ഉണ്ടാവും, ഡിസ്ട്രക്റ്റീവ് ഉണ്ടാവും. കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇങ്ങനെ പോകും. അപ്പൊ കൺസ്ട്രക്റ്റീവിന്റെ ഇക്വേഷൻ നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്? ഇതിൽ കൺസ്ട്രക്റ്റീവിന്റെ ഇക്വേഷൻ എന്താ കിട്ടിയത്? കൺസ്ട്രക്റ്റീവ് മീൻസ് മാക്സിമയുടെ ഇക്വേഷൻ എന്താ കിട്ടിയത്? n ലാംഡ d by d. അതാണ് മാക്സിമയുടെ കിട്ടിയത്. ഇനി അടുത്തത് ഒരെണ്ണം കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ, അതായത് ഒരെണ്ണം കൺസ്ട്രക്റ്റീവ് മീൻസ് ബ്രൈറ്റ്, അടുത്തത് ഡാർക്ക്. ഡാർക്കിന്റെ കിട്ടിയത് എന്താ? ഡാർക്കിന്റെ കിട്ടിയ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയത്? 2n - 1 ലാംഡ d by d. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇത് ഫസ്റ്റ് വണ്ണിന്റെ ആണ് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് വണ്ണിന്റെ n-ന്റെ വാല്യൂ എന്തായിരിക്കും? 1.
ഓക്കെ, മിനിമയുടെ എന്നിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും 1. ഇനി സെക്കൻഡ് 1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് 1 ആയി കഴിയുമ്പോൾ അടുത്ത ലെയർ ആയി കഴിയുമ്പോൾ എന്നിന്റെ വാല്യൂ എന്താവും 2 ആവും. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് 1 ഒന്നുകൂടെ വൃത്തിയായിട്ട് വരച്ച് കാണിക്കാം, അല്ലെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ആണ് നമ്മൾ ഇതിന്റെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ പാറ്റേൺ. വരച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും വരില്ല. വലുതായിട്ടൊക്കെ വരക്കണം കേട്ടോ, വരച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ റഫായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. ഇങ്ങനെ ഞാൻ വരച്ച് കാണിച്ചു തന്നില്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം. കണ്ടീഷൻ എന്താ പറയാ, ഒരെണ്ണം ലൈറ്റും ഒരെണ്ണം ഡാർക്കും ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, അടുത്ത നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ചോ. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് കഴിഞ്ഞ് നമുക്കൊരു പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്ത്, പാറ്റേണിന്റെ ഫസ്റ്റ് 1 എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്, കൺസ്ട്രക്റ്റീവ്. കൺസ്ട്രക്റ്റീവ് മീൻസ് മാക്സിമം ഇന്റൻസിറ്റി. അതിന്റെ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയാ നോക്കി പറഞ്ഞേ, n ലാംഡ d/d. അത് ഫസ്റ്റ് മാക്സിമ. ഓക്കെ, ഫസ്റ്റ് മാക്സിമ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് മാക്സിമ എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും 1. ഇവിടെ എന്നിന്റെ വാല്യൂ 1 ആണ്. ഇനി അടുത്തത് ഇതെന്താ കിട്ടിയിരിക്കുന്നത്, ഡിസ്ട്രക്റ്റീവ്. ഡിസ്ട്രക്റ്റീവ് മീൻസ് മിനിമ. അതായത് ഫസ്റ്റ് മിനിമ, ഫസ്റ്റ് മാക്സിമ ഇത് കിട്ടി, ഫസ്റ്റ് മിനിമ. മിനിമയുടെ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കി പറഞ്ഞേ, 2n-1 ഇൻറ്റു ലാംഡ d/d. ഇത് ഫസ്റ്റ് മിനിമയാണ്. ഫസ്റ്റ് മിനിമ എന്ന് പറയുമ്പോൾ എന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും 1 തന്നെ ആയിരിക്കും. ഇനി അടുത്തത് ഈ ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത് ഇതെന്ന് പറയുന്നത് എന്താ, മാക്സിമയാണ്. മാക്സിമ എന്ന് പറയുമ്പോൾ എത്രാമത്തെ മാക്സിമ, അത് സെക്കൻഡ് മാക്സിമ. ദിസ് ഈസ് ദ സെക്കൻഡ് മാക്സിമ. സെക്കൻഡ് മാക്സിമ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്ത് തന്നെയാ, സെയിം തന്നെ, n ലാംഡ d/d. പക്ഷെ എന്റെ വാല്യൂ ഇവിടെ എന്തായി 2 ആയി. ഇതെന്ന് പറയുന്നത് എന്താ, സെക്കൻഡ് മിനിമ. സെക്കൻഡ് മിനിമ എന്ന് പറയുമ്പോഴും ഇക്വേഷൻ സെയിം തന്നെ, പക്ഷെ എന്നിന്റെ വാല്യൂ എന്തായി 2n മൈനസ് ലാംഡ d/d. എന്നിന്റെ വാല്യൂ n is equal to 2 ആയി. ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് എന്താ, അടുത്തതെന്ന് പറയുന്നത് എന്താ, തേർഡ് മാക്സിമയാണ്. അപ്പൊ തേർഡ് മാക്സിമയുടെ ഇക്വേഷൻ സെയിം തന്നെ, ബട്ട് എന്നിന്റെ വാല്യൂ അവിടെ എന്താ വരിക 3. നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് മാക്സിമ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ രണ്ട് മിനിമ തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാം. ഫ്രിഞ്ച് വിഡ്ത്ത് ഓർ ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്ന് നമ്മൾ പറയാം. അപ്പൊ ഫസ്റ്റ് 1 ബീറ്റ നമ്മൾ കണ്ടുപിടിക്കുക. ബീറ്റ കണ്ടുപിടിക്കേണ്ടത് രണ്ട് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതായത് ഫസ്റ്റ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഏതാ, n ലാംഡ d/d. എന്നിന്റെ വാല്യൂ 1. ആൻഡ് സെക്കൻഡ് വണ്ണിന്റെ ഡിഫറൻസ്, സെക്കൻഡ് വൺ എന്താ കൊടുത്തേക്കുന്നത്, സെക്കൻഡ് വൺ n ലാംഡ d/d. എന്നിന്റെ വാല്യൂ എന്താ വന്നിരിക്കുന്നത് 2. അത് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ കണ്ടുപിടിച്ച് വരുന്നതാണ് ബീറ്റ 1. ഫ്രിഞ്ച് വിഡ്ത്ത് 1, ഫ്രിഞ്ച് വിഡ്ത്ത് 2 അങ്ങനെ വരും. അതുപോലെ മിനിമ തമ്മിലുള്ള ഡിഫറൻസും കാണാം. ഒരെണ്ണം കാണിക്കാനാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ബീറ്റ ഫസ്റ്റ് മാക്സിമയുടെ ഡിഫറൻസ് ആ പറയാൻ പോകുന്നത്. ബീറ്റ ഈക്വൽ ടു സെക്കൻഡ് വൺ മൈനസ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ലാംഡ d/d മൈനസ് n ലാംഡ d/d. ഫസ്റ്റ് സെക്കൻഡ് മാക്സിമയുടെ എന്നിന്റെ വാല്യൂ എന്താ 2. അപ്പൊ ബീറ്റ ഇസ് ഈക്വൽ ടു 2 ലാംഡ d/d മൈനസ് ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, എന്നിന്റെ വാല്യൂ എന്തായിരിക്കും 1. അപ്പൊ 1 ഇൻറ്റു ലാംഡ d/d. അപ്പൊ നമുക്ക് കിട്ടിയ ഫ്രിഞ്ച് വിഡ്ത്ത് എത്ര കിട്ടുക, 2 ലാംഡ d/d മൈനസ് ലാംഡ d/d എന്തായിരിക്കും വരിക, ലാംഡ d/d. ഓക്കെ, ഇതാണ് അതിന്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയാം. ഇനി അടുത്തത് അതുപോലെ തേർഡും ഫോർത്തും കൂടെ ചെയ്താൽ നമുക്ക് എന്ത് തന്നെയാ കിട്ടുക, അതായത് ഫോർത്ത് മാക്സിമയുടെയും തേർഡ് മാക്സിമയുടെയും ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർത്ത് മാക്സിമയുടെയും തേർഡ് മാക്സിമയുടെയും ഡിഫറൻസ് ആണ് എടുക്കാൻ പോവുക. ഫോർത്ത് മാക്സിമ മൈനസ് തേർഡ് മാക്സിമ, ഫോർത്ത് മാക്സിമ മൈനസ് തേർഡ് മാക്സിമ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാ വരിക, ഇക്വേഷൻ n ലാംഡ d/d. അപ്പൊ എന്തായിരിക്കും, n ലാംഡ d/d മൈനസ് എന്നിന്റെ വാല്യൂ എന്തായിരിക്കും, ഫോർത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 4. ഇനി മൈനസ് അടുത്തത് എന്തായിരിക്കും വരിക, 3 ലാംഡ d/d. അപ്പോഴും നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയായിരിക്കും, ലാംഡ d/d. ഇവിടെ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഏതൊക്കെ മാക്സിമം എടുത്ത് ഡിഫറൻസ് നോക്കിയാലും നമുക്ക് കിട്ടുന്നത് ലാംഡ d/d തന്നെയായിരിക്കും. ഏതൊക്കെ മിനിമാസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ലാംഡ d/d തന്നെയായിരിക്കും. അതാണ് നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത്. അത് വേഗം ഒന്ന് ചെയ്ത് കാണിച്ചേ, പെട്ടെന്ന് ചെയ്ത് കാണിക്കണം കേട്ടോ. അത് ഡാർക്കിന് സെയിം തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് വൺ ഒരെണ്ണം വേണമെങ്കിൽ നീറ്റ് ആയിട്ട് എഴുതിക്കോ.
ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡാർക്ക് അല്ല ബ്രൈറ്റ് കാണാം കേട്ടോ. ഫസ്റ്റ് വൺ ബ്രൈറ്റ് ദെൻ ഡാർക്ക്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്രൈറ്റ് കാണേ. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ബീറ്റ ഇസ് ഈക്വൽ ടു x2, β1 ഈക്വൽ ടു x2 മൈനസ് x1 ആൻഡ് β2 ഇസ് ഈക്വൽ ടു x3 minus x2 and β3 is equal to x4 minus x3. മനസ്സിലായി? x1 എന്നോ x2 എന്ന് പറഞ്ഞാൽ എന്താ? x ന്റെ വാല്യൂ എന്താ ഇവിടെ കൊടുത്തേക്കുന്നത്? അത് ആദ്യം ഹെഡിങ്ങിൽ എഴുതി വെക്കട്ടെ. എന്നിട്ട് ഇത്രയും കഴിഞ്ഞിട്ട് വേണം, ഇവിടം വരെ കഴിഞ്ഞിട്ട് വേണം അടുത്ത ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മതി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡിസ്ട്രക്റ്റീവ്, അത് കൊടുക്കുക. എന്നിട്ട് എഴുതുക. എക്സിന്റെ വാല്യൂ ആദ്യം തന്നെ എഴുതി വെച്ചേക്കുക. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരിക. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലേക്ക് വരേണ്ടത്? മാക്സിമം ഇന്റൻസിറ്റി ആണ്. ഇത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കേസിലാണ് നമ്മൾ പറയാം. ജനറലി പറയാനാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്താ വരിക? n ലാംഡ. ജനറലി പറയുമ്പോൾ എന്താ വരിക? n ലാംഡ. ഇനി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും എക്സിന്റെ വാല്യൂ എന്താ വരിക? n ലാംഡ d ബൈ ഡി. മിനിമയുടെ വാല്യൂ എന്താ വരിക? 2n minus 1 ലാംഡ d by 2d. ഇനി ഓരോന്നും കണ്ടുപിടിച്ചത് ഓരോന്നും കണ്ടുപിടിക്കുക. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്താ? ഇന്റൻസിറ്റി മാക്സിമം ആണ്. അതുപോലെ തന്നെ ഇക്വേഷൻ x is equal to n ലാംഡ d by d. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് കണ്ടുപിടിക്കുക? ഡാർക്കിന്റെ കണ്ടുപിടിക്കുക. ഡാർക്ക് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലേക്ക് വരേണ്ടത്? ഇന്റൻസിറ്റി എന്തായിരിക്കും? ഞാൻ ഈ ഡാർക്ക് ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഡാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്റ്റീവിനെയും ഡാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രക്റ്റീവിനെയും ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഡാർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? കണ്ടീഷൻ ഫോർ ഡാർക്ക് അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ മിനിമ എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അതുപോലെ തന്നെ എക്സിന്റെ ഇക്വേഷൻ 2n minus 1 into ലാംഡ d by d. അതും സോൾവ് ചെയ്യുക. അതിന്റെ കേസിലും β1 കണ്ടുപിടിക്കുക. β1 എന്ന് പറഞ്ഞാൽ x2 minus x1 ആൻഡ് β2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x3 minus x2 ആൻഡ് ഓൾസോ β3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x4 minus x3. ഇത്രയും ഒന്ന് കണ്ടുപിടിച്ചു തന്നെ. വേഗം കണ്ടുപിടിച്ചു. 2 ലാംഡ ഫൈനൽ വിഡ്ത്ത് ആണോ നീ പറയണത്? ഫൈനലി കിട്ടിയതാണോ β1? അതാണോ പറയുന്നത്? ആ ഡാർക്കിന്റെ സെയിം തന്നെ വരുള്ളൂ. ലാംഡ d by d. 2 ലാംഡ d by d വേണം. നോക്കട്ടെ. അല്ലേ? രണ്ടുപേർക്ക് സെയിം തെറ്റ് വരുമോ? ഇല്ല, 2 ഉണ്ട് ഇവിടെ. അത് ഞാൻ പറഞ്ഞ ജനറൽ കേസിന്റെ ഇക്വേഷനിലാണ് നീ പറഞ്ഞ ഡി എടുക്കുക. പക്ഷെ നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കേസിൽ വരുമ്പോൾ 2d വരും. അപ്പൊ കറക്റ്റ് ആവും. നോക്ക്, ചെയ്ത് കാണിക്കണോട്ടാ വേഗം. ഞാനിപ്പോ പഠിപ്പിച്ച കേസിൽ ഈ ഡെറിവേഷൻ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇവിടെ തൊട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. കണ്ടീഷൻ ഫോർ മാക്സിമ, കണ്ടീഷൻ ഫോർ മിനിമ, വാട്ട് ഇസ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, ബ്രൈറ്റ് ഫ്രിഞ്ച് എത്രയാണ് കിട്ടുന്നത് അത് വരെ നോക്കണം കേട്ടോ. ഫ്രിഞ്ച് വിട്ട് എത്രയാണ് കിട്ടുക? ഫ്രിഞ്ച് വിട്ട് മീൻസ് ബാൻഡ് വിട്ട്. അത് ഹെഡിങ് എന്താ കൊടുത്ത? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ് എന്ന് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ പറഞ്ഞ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബ്രൈറ്റ് ബാൻഡ് ഓർ ഡാർക്ക് ബാൻഡ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് ആണ് ബീറ്റ വെച്ച് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എഴുതിക്കോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബ്രൈറ്റ് ബാൻഡ് ആൻഡ് ഡാർക്ക് ബാൻഡ്. ഒരു ഡാഷ് ഇട്ടിട്ട് എഴുതി വെച്ചോ. ദാറ്റ് ഈസ് ബാൻഡ് വിഡ്ത്ത്. കിട്ടിയ ചെയ്ത് കഴിഞ്ഞ് എല്ലാത്തിനും എങ്ങനെയാ കിട്ടിയത്? ലാംഡ d by d തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പാറ്റേണിന്റെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബ്രൈറ്റ് ബാൻഡ് എടുത്താലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡാർക്ക് ബാൻഡ് എടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അതിന്റെ എല്ലാത്തിന്റെയും ആ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് ആയാലും ഡിസ്ട്രക്റ്റീവ് ആയാലും ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും? ഷുഡ് ബി സെയിം.
ചെയ്ത് കാണിച്ചിട്ട് വേണോട്ടാ പോവാൻ. എന്ത് പറ്റി? അല്ല ഇപ്പൊ ചെയ്തത് കാണിക്കണമെന്ന് പറഞ്ഞതാ. ഡിഫറൻസ് കിട്ടിയതേ. ഡെറിവേഷൻ കാണിക്കണ്ട. അല്ല ഞാൻ ഈ പറഞ്ഞ ഡിഫറൻസ് തന്നെ കാണിച്ചാൽ മതി. ഞാൻ അവിടെ എഴുതിയിട്ടേക്കണത് കാണിച്ചാൽ മതി ചെയ്ത് കിട്ടിയത്. 2 അല്ല 3 കാണിക്കണം ചെയ്ത്. എന്തോ കഴിഞ്ഞ സിംഗിൾ സീറ്റ് എടുക്കാനുള്ള ടൈം ഉണ്ടോ? എടുത്തോട്ടെ. കാണിച്ചു തന്ന ലേസർ വല്ലതും വെച്ചിട്ടാ കാണിച്ചു തന്ന? പിന്നെ എല്ലാം അങ്ങനെ ഇരിക്കും. എന്നാ കുഴപ്പമില്ല, അടുത്ത ക്ലാസ് നോക്കാം നമുക്ക്. പഠിച്ചിട്ട് വന്നോട്ടാ. ഇനി ആകെ അത് മാത്രമേ ഉള്ളൂ. സിംഗിൾ സ്ലിറ്റ് ഉണ്ട്, പിന്നെ പോളറൈസേഷൻ പറയാനുണ്ട്.